വൃത്തത്തിലെ ഒരു ചാപത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ആ ചാപത്തിൽ അല്ലാത്ത ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് എന്ന് വിവിധ ചിത്രങ്ങളിലൂടെ സിയുടെ സ്ഥാനം മാറ്റി നാം വ്യക്തമാക്കി കഴിഞ്ഞു. എങ്കിൽ എ ബി എന്ന ചാപം ഒരർദ്ധവൃത്തമായാലോ, അഥവാ എ ബിയുടെ കേന്ദ്രകോൺ 180 ഡിഗ്രി ആയാലോ? അർദ്ധവൃത്തത്തിലല്ലാത്ത സി എന്ന ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എ സി ബിയുടെ അളവ് എത്രയായിരിക്കും? അതിനുവേണ്ടി നാം ത്രികോണം എ സി ബി വരച്ചിരിക്കുന്നു. കോൺ എ സി ബിയുടെ അളവ് കണക്കാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒ സി എന്ന ആരം വരയ്ക്കും. ഇവിടെ ത്രികോണം എ ഒ സി പരിഗണിച്ചാൽ അതൊരു സമപാർശ്വ ത്രികോണമാണ്. അതിൽ കോൺ എ സി ഒ സമം എക്സ് ഡിഗ്രി ആയാൽ കോൺ ഒ എ സിയും എക്സ് ഡിഗ്രി തന്നെയാണ്. ഇനി ത്രികോണം ഒ ബി സി പരിഗണിച്ചാൽ അതും ഒരു സമപാർശ്വ ത്രികോണമാണ്. അതിൽ കോൺ ബി സിയോ വൈ ഡിഗ്രി ആയാൽ കോൺ ബിയും വൈ ഡിഗ്രി തന്നെയാണ്. ഇനി ത്രികോണം എ ബി സി മൊത്തത്തിൽ പരിഗണിച്ചാൽ അതിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. എങ്കിൽ എക്സുകളും വൈകളും എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്കാകെ 180 ഡിഗ്രി കിട്ടും എന്നർത്ഥം. എക്സ് പ്ലസ് വൈ ഡിഗ്രി 180 ആണ് എന്നർത്ഥം. എങ്കിൽ 2x + 2y ഡിഗ്രി 180 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം. അഥവാ എക്സ് പ്ലസ് വൈ ഡിഗ്രി എന്നത് 180ൻ്റെ പകുതി 90 ഡിഗ്രി ആണ് എന്ന് വ്യക്തമാണ്. ഇനി ചിത്രം നോക്കൂ. കോൺ എ സി ബിയുടെ അളവ് 90 ഡിഗ്രി ആണ് എന്ന് വ്യക്തമായില്ലേ? അഥവാ എ സി ബിയുടെ അളവ് എ ബി എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതി തന്നെയാണ് എന്നർത്ഥം. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. അർദ്ധവൃത്തത്തിലെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതെങ്കിലും ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ മട്ടമാണ്. അഥവാ ചുരുക്കി അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ് എന്നും പറയും.